ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ഒരുമിച്ച് പറയാം. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം. ചതുർത്ഥ അധ്യായം വാദരൂപ ഉപപത്തി പ്രകരണം. ദ്വിതീയ ബ്രാഹ്മണം കൂർച്ച ബ്രാഹ്മണം. തൃതീയ മന്ത്രം. അഥ ഏതദ് വാമേ അക്ഷിണി പുരുഷരൂപമേഷ അസ്യ പത്നി വിരാട് തയോഃ ഏഷ സംസ്ഥാവഃ യഃ ഏഷഃ അന്തർഹൃദയഃ ആകാശഃ അധൈനയോഃ ഏതദ് അന്നം യഃ ഏഷോന്തർഹൃദയേ ലോഹിതപിണ്ഡഃ അധൈനയോഃ ഏതദ് പ്രാവരണം യദേതത് അന്തർഹൃദയേ ജാലകമിവ അധൈനയോഃ ഏഷാ ശ്രുതിഃ സംചരണി ഐഷ ഹൃദയാദൂർധ്വ നാട്യുച്ചരതി യഥാ കേശഃ സംസ്രദാ ഭിന്ന ഏവം അസ്യ ഏതാ ഹിതാ നാമ നാട്യഃ അന്തർഹൃദയേ പ്രതിഷ്ഠിതാ ഭവന്തി. ഏതാഭിർവ ഏതദ് അസ്രവാ അസ്രവതി തസ്മാദേഷ പ്രവിവിക്താഹാരതരാ ഇവൈവ ഭവതി അസ്മാത് ശരീരാത് ആത്മനഃ. കൂർച്ച ബ്രാഹ്മണം നമ്മൾ പ്രഥമ മന്ത്രവും ദ്വിതീയ മന്ത്രവും സാമാന്യമായി കണ്ടു. യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിനോട് ചോദ്യം ചോദിക്കുന്നു. അതിന് മറുപടി അറിയില്ല എന്ന് പറയുന്നത് കൊണ്ട് ആ അറിവിനായി ശിഷ്യനെ പാകപ്പെടുത്തുവാനായി ഉപാസന പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദ്വിതീയ മന്ത്രത്തില് ദക്ഷിണാക്ഷി പുരുഷൻ ഇന്ദ്രദേവതയായി ഉപാസിക്ക വേണം എന്ന് പറഞ്ഞു കൊടുത്തു. സാമാന്യമായി നമുക്കറിയാം, ഓരോ ഇന്ദ്രിയങ്ങളുടെ, അത് ജ്ഞാനേന്ദ്രിയമായിക്കോട്ടെ കർമ്മേന്ദ്രിയമായിക്കോട്ടെ, അതാതിൻ്റെ അടിസ്ഥാന ദേവതകൾ അതാതിൻ്റെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് ആ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത് എന്ന് പല സന്ദർഭങ്ങളിലായി ബൃഹദാരണ്യം എടുത്തോട്ടെ മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ ആധ്യാത്മിക പാഠ്യപദ്ധതിയുടെ തുടക്കം മുതലേ കണ്ടുവരുന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴും യാജ്ഞവൽക്യ മഹർഷി ഉപാസന പറഞ്ഞതുകൊണ്ട് ഉപാസനയ്ക്ക് ആലംബനം എന്തും പറഞ്ഞു കൊടുക്കാം. അപ്പം അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ഉദാഹരണം പറഞ്ഞത്. സാമാന്യമായി എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ സാളഗ്രാമത്തിൻ്റെ ഒക്കെ ഉദാഹരണം പറഞ്ഞത്. വിഷ്ണു ഭക്തരോട് അത് വിഷ്ണുവിനെ ഉപാസിക്കാൻ പറയും. ആ കല്ല് മറ്റൊരു രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ ശിവഭക്തരാണെ അത് ശിവലിംഗമായി ഉപാസിക്കാൻ പറയും. അപ്പോൾ ആ ഏതൊരു ഭാവത്തെയാണോ അതിലേക്ക് സങ്കല്പിക്കേണ്ടത് ആ ഭാവം അനുസരിച്ച് ആ പ്രതീകത്തിന്, കല്ലോ കട്ടയോ മരവോ എന്തോ ആയിക്കോട്ടെ, അതിന് മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ ഉപാസനയായതുകൊണ്ട്, മറ്റതൊക്കെ തത്വവിചാരമായിരുന്നു. അവിടെ ജ്ഞാനേന്ദ്രിയമുണ്ട് കർമ്മേന്ദ്രിയമുണ്ട്. ജ്ഞാനേന്ദ്രിയത്തിന് 5 അടിസ്ഥാന ദേവതകൾ, കർമ്മേന്ദ്രിയങ്ങൾക്ക് 5 അടിസ്ഥാന ദേവതകൾ, കണ്ണിന് ആദിത്യൻ, ശ്രോത്രത്തിന് ദിക്ദേവത ഇത്യാദി ഇത്യാദി പറഞ്ഞ് ആ ദേവതകൾ അതാതിൻ്റെ ധർമ്മം ചെയ്യുന്നു.
അതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അത് ഉപാസനയല്ല, തത്വവിചാരമായിരുന്നു അവിടെ അല്ലേ. ഇന്നത് വഴി പരമാത്മാവ് സൃഷ്ടി നടത്തി. ആകാശം, വായു, അഗ്നി, അങ്ങനെ പഞ്ചമഹാഭൂത സൃഷ്ടി. അത് കഴിഞ്ഞ് ദേവതകളെ സൃഷ്ടിച്ചു, ദേവതകൾക്ക് ഇരിപ്പിടം കൊടുത്തു, ഇന്ദ്രിയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതല്ല ഇവിടെ പറഞ്ഞ. ഇവിടെ ഉപാസന ആയതുകൊണ്ട് വലത് കണ്ണിൽ ഇന്ദ്രദേവതയെ ഉപാസിക്ക വേണം എന്ന് ആരോപിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. അല്ല, ഇങ്ങനെ ചെയ്യ വേണം എന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉപാസന ആയതുകൊണ്ട് ഈ ഉപദേശത്തിന് തെറ്റില്ല എന്നാണ് ആചാര്യസ്വാമികളും തൻ്റെ ഭാഷ്യത്തിലൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ വീണ്ടും അദ്ദേഹവും ഇവിടെ തന്നെ പറയുന്നു, ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ഏതൊരു ഉപാസനയാണോ നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് അത് തുടർന്നു കൊണ്ട് പോകുക. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവിടെ നിഷ്കാമമായ ഉപാസനയിലൂടെ ചിത്തശുദ്ധിയുള്ളവന് മാത്രമേ എത്ര ശ്രവണം ചെയ്താലും അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള അധികാരം ലഭ്യമാകൂ. ആ അധികാരത്തിലേക്ക് യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിനെ ഉയർത്തുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. വലത് കണ്ണിൽ ഇന്ദ്രദേവത ഉണ്ട് എന്ന് ഭാവന ചെയ്യുക. അപ്പോൾ ആദിത്യൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നില്ല. ആദിത്യ ദേവത ഉള്ളത് കൊണ്ടാണ് നമുക്ക് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. ആ ധർമ്മം ചെയ്തുകൊണ്ട് ആദിത്യൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ആരോപിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, അധ്യാഹാരം ചെയ്യുകയാണ്. കണ്ണിന് അടിസ്ഥാന ദേവത ആദിത്യനുണ്ട്, അത് അതിൻ്റെ ധർമ്മം ചെയ്യുന്നു. ഇവിടെ ഇന്ദ്രദേവതയും കൂടെ വസിക്കുന്നതായി ഉപാസിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ എപ്പോഴും ഉപാസിക്കണം, ജാഗ്രത അവസ്ഥയിൽ ഉപാസിക്ക വേണം. ജാഗ്രത അവസ്ഥയിൽ നമ്മളെല്ലാവരുടെയും പേര് വിശ്വൻ എന്നാണ്. ആ ഉണർന്നിരിക്കുന്ന സമയത്ത് ഇന്ദ്രദേവത വലത് കണ്ണിൽ ഉണ്ട്. ആ ഇന്ദ്രദേവതയെ സ്മരണ ചെയ്യ വേണം, നിഷ്കാമമായി ഉപാസിക്ക വേണം. അപ്പം നമുക്ക് ഇന്ദ്രനല്ല, പരമാത്മാവിനെ തന്നെ നമ്മൾ ഉപാസിച്ചാൽ മതി അല്ലേ. ഭഗവാൻ ആദിത്യൻ അവിടെ ഇരുന്ന് ധർമ്മം ചെയ്യുന്നു, മൂപ്പരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പരമാത്മാവാണ് അല്ലേ എന്ന് ചിന്തിച്ചാൽ അത് ഉപാസനയായി, സ്മരണയായി. അപ്പം ഇവിടെ ഗുരുവിൻ്റെ രീതി ഇവിടെ മറ്റൊരു തരത്തിലാന്നേ ഉള്ളൂ. നമ്മൾ എടുക്കേണ്ടത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ഉപാസനയുണ്ടെങ്കിലേ അധികാരം ഉണ്ടാവുകയുള്ളൂ. ആ അധികാരത്വത്തിലേക്ക് യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു മാർഗം, ഉപായം മാത്രമാണ് ഇന്ദ്രൻ എന്നത്. അടുത്തത് നമുക്ക് മൂന്നാമത്തെ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. ഇനി ഇടത് കണ്ണിൻ്റെയാണ് പറയുന്നത്. അധ ഏതത് വാമേ അക്ഷിണി. വാമേ അക്ഷിണി, കണ്ട അക്ഷിണി എന്ന് വന്ന കണ്ട സ്ത്രീലിംഗം, വാമേ അല്ലേ. അക്ഷിണി തൊട്ട് മുമ്പ് അക്ഷൻ പുരുഷ, അക്ഷിണി പുരുഷ രൂപം. ഏഷ അസ്യ പത്നി വിരാട്. അധ, അധ എന്ന് വെച്ചാൽ ദെയർ ആഫ്റ്റർ, അതിനുശേഷം. ഏതിനു ശേഷം? തൊട്ട് മുമ്പത്തെ മന്ത്രത്തിൽ പറഞ്ഞ ഉപാസനയ്ക്ക് അനന്തരം, അതായത് ദക്ഷിണാക്ഷി പുരുഷ ഉപാസനാ വിചാര അനന്തരം. ദക്ഷിണാക്ഷി പുരുഷ ഉപാസനാ വിചാര അനന്തരം. ദക്ഷിണാക്ഷി പുരുഷ ഉപാസനാ വിചാര അനന്തരം. അധ, അതിനുശേഷം. ഇനി അടുത്തത് പറയണം. ഏതത് വാമേ അക്ഷിണി അല്ലേ, വാമാക്ഷിണി. നമ്മൾ വാമഭാഗം എന്നൊക്കെ പറയാറില്ലേ ദേവിയെ, അത് അല്ലേ ഭഗവാന്റെ വാമഭാഗം എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ വാമേ അക്ഷിണി പുരുഷരൂപം എന്ന് വെച്ചാൽ, വാമാക്ഷി എന്ന് വെച്ചാൽ ഇടത് കണ്ണ്. ഇടത് കണ്ണിൽ അല്ലെ വാമാക്ഷിണിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പുരുഷരൂപം. അവിടെ നമ്മൾ ഉപാസിക്ക വേണ്ട രൂപം, ഉപാസ്യരൂപം. പുരുഷരൂപം എന്ന് വെച്ചാൽ ഉപാസ്യരൂപം. ഓരോ സന്ദർഭത്തിൽ അർത്ഥം മാറുന്ന കണ്ടോ. ഇവിടെ ഉപാസന ആയതുകൊണ്ട് പുരുഷൻ എന്ന വാക്കിന് പരമാത്മാവെന്നോ ജീവാത്മാവെന്നോ ഒന്നും അല്ല അർത്ഥം. ആരെയാണോ ഉപാസിക്കുന്നത് ആ
ഉപാസ്യ രൂപത്തെയാണ് ഇവിടെ പുരുഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ പുരുഷ രൂപം എന്ന് വെച്ചാൽ ഉപാസ്യ രൂപം. ആരെയാണോ ഉപാസിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, എവിടെ? ഇടത് കണ്ണിൽ. അതാരാണ് എന്ന് യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിനോട് പറയുന്നു. അസ്യ, അത് പത്നി വിരാട്. അവിടെ അസ്യ കഴിഞ്ഞെഴുതുക ഇന്ദ്രപത്നി. പത്നിന്നേ ഉള്ളൂ, നമ്മൾ അധ്യാഹാരം ചെയ്യണം. ഇന്ദ്രപത്നി, ഇന്ദ്രപത്നി. ബ്രാക്കറ്റ് വേണം എഴുതാ. ഇന്ദ്രാണി, നിങ്ങൾക്ക് അറിയാമല്ലോ ആ പേര്. ഇന്ദ്രപത്നി, ഇന്ദ്രാണി. അസ്യ ഇന്ദ്രപത്നി അഥവാ ഇന്ദ്രാണി എന്ന് ഉപാസിക്ക വേണം, അല്ലെ ചിന്തിക്ക വേണം. അപ്പൊ വലത് കണ്ണിൽ ഇന്ദ്രൻ ഇരിക്കുന്നു, ഇടത് കണ്ണിൽ ഇന്ദ്രാണി ഇരിക്കുന്നതായിട്ട് ഭാവന ചെയ്യ വേണം. ആ ഇന്ദ്രാണിക്ക് യാജ്ഞവൽക്യ മഹർഷി കൊടുക്കുന്ന വിശേഷണമാണ് വിരാട്. എഴുതിക്കോളൂ. വിരാട് ശബ്ദ വിശേഷണാർത്ഥേ. വിരാട് ശബ്ദ, വിരാട് എന്തെന്ന് നമുക്ക് പഠിക്കാം. എന്തുകൊണ്ട് ഇവിടെ വിരാട് ശബ്ദം ഉപയോഗിച്ചെന്ന് ആദ്യം പഠിക്കാം. വിരാട് ശബ്ദ വിശേഷണാർത്ഥേ ഉപയോഗിതഃ. വിരാട് ശബ്ദ വിശേഷണാർത്ഥേ ഉപയോഗിതഃ. എളുപ്പമല്ലേ? മലയാളം തന്നെയല്ലേ? വിസർഗം ഇട്ടാൽ സംസ്കൃതമായി. വിരാട് ശബ്ദേ വിശേഷണാർത്ഥേ ഉപയോഗിതഃ. അല്ലെ? വിരാട് എന്നുള്ള ശബ്ദം ഇന്ദ്രപത്നിക്ക് വിശേഷണമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണിനി വിരാട്? അല്ലെ, നമ്മൾ ഇന്നലെ എഴുതിയിരുന്നു അല്ലെ? അതിന്റെ മലയാളം എഴുതാം അല്ലെ? അനേകവിധ ഇന്ദ്രിയ വിഷയദ്വാര വിവിധം ഭാതി എന്നാണ് വിരാട് എന്നുള്ള വാക്കിന്റെ അർത്ഥം. വിരാട് എന്നുള്ള ശബ്ദം മാണ്ഡൂക്യ ഉപനിഷത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്പർ ഞാൻ പറയാത്തത്, മാണ്ഡൂക്യ ഉപനിഷത്തിൽ ആകെ 12 മന്ത്രമേ ഉള്ളൂ. അതിൽ പലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്പർ നമുക്ക് വേണ്ട. ആ ഉപനിഷത്തിലാണ്, മാണ്ഡൂക്യ ഉപനിഷത്ത് അഥർവണ വേദമാണെന്ന് മാത്രം നമ്മൾ ഈ സന്ദർഭത്തിൽ നമുക്കിത് അറിഞ്ഞാൽ മതി. ഇനി അതിൻ്റെ മലയാളം. മറ്റൊരു നാമം വൈശ്വാനരൻ. വിരാടിൻ്റെ സിനോണിമസ്, പര്യായം എന്ന് വെച്ചാൽ വൈശ്വാനരൻ അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ വൈശ്വാനരൻ? അഹം വൈശ്വാനരോ ഭൂത്വ അല്ലേ? 15ാം അധ്യായം പുരുഷോത്തമ യോഗത്തിലൊക്കെ അല്ലേ? പര്യായമാണത്. ഇനി എന്താണ് വിരാട് എന്ന് വെച്ചാൽ എഴുതിക്കോളൂ. ജാഗ്രത അവസ്ഥയിൽ എന്നുവെച്ചാൽ ഇൻ ഡീപ് സ്ലീപ്പ് സ്റ്റേറ്റ് അല്ലെ? ബാഹ്യ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവവേദ്യമാക്കി തരുന്നതെന്തോ അതിനെ ശാസ്ത്രം വിളിക്കുന്ന നാമമാകുന്നു വിരാട്. അനേകവിധ ഇന്ദ്രിയ വിഷയദ്വാര അല്ലെ? ഇന്ദ്രിയ വിഷയദ്വാരങ്ങളിലൂടെ അല്ലെ? കണ്ണാകുന്ന ധാരത്തിലൂടെ കാഴ്ച എന്ന ബാഹ്യ വിഷയത്തെ നമുക്ക് അനുഭവവേദ്യമാക്കി അല്ലെ? ചെവിടാകുന്ന ധാരത്തിലൂടെ കേൾവി എന്ന അനുഭവത്തെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു അല്ലെ? മൂക്കിലൂടെ ഗന്ധമെന്ന ഘ്രാണേന്ദ്രിയത്തിന്റെ സഹായത്തിനാൽ ഗന്ധമെന്ന ബാഹ്യ വിഷയത്തിന് അനുഭവം, സുഗന്ധോ ദുർഗന്ധോ ഏതുമായിക്കോട്ടെ, അനുഭവവേദ്യമാക്കി തരുന്നു. സ്പർശനത്തിലൂടെ അല്ലെ? സ്പർശമെന്ന അനുഭവത്തെ വേദ്യമാക്കി തരുന്നു. ഇതാരാകുന്നു? വിരാട്.
പരമാത്മാവ് തന്നെ അല്ലേ? ആരിനാലാണ്? ചൈതന്യം ഉള്ളത് കൊണ്ടാണ് അല്ലേ? നമ്മുടെ ശരീരത്തിൽ ജഡമാണെങ്കിൽ നമുക്ക് കാണാനോ കേൾക്കാനോ മണക്കാനോ സ്പർശനോ ഒന്നുമില്ല, നമ്മൾ പിന്നെ ജഡമായി. അപ്പോൾ ഇതൊക്കെ ഈ ബാഹ്യ വിഷയങ്ങളെ ഇന്ദ്രിയ വിഷയദ്വാര, ഈ ഇന്ദ്രിയങ്ങളാകുന്ന വിഷയങ്ങളിലൂടെ, ദ്വാരങ്ങളിലൂടെ, ഗേറ്റിലൂടെ ഈ പുറമേയുള്ള വിഷയങ്ങളെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കുന്നത് അതിന് സഹായിക്കുന്ന പരമാത്മാവിനെ തന്നെയാണ് ഇവിടെ വിരാട് എന്ന് ശാസ്ത്രം വിളിക്കുന്നത്. ആ വിരാട് എന്ന വിശേഷണമാണ് ഇവിടെ ഇന്ദ്രപത്നിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം വിശ്വൻ എന്ന വിശേഷണം ഇന്ദ്രന് കൊടുത്തു, ഇന്ദ്രപത്നിക്ക് വിരാട് എന്നുള്ള വിശേഷണം കൽപ്പിച്ചു കൊടുത്തു. കാരണം ഉപാസന ചെയ്യുമ്പോൾ അവർക്ക് ആ വിശേഷണം കൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഉപാസനയ്ക്കുള്ള ആ ഒരു ആർജവവും ഉപാസനയ്ക്കുള്ള ആ ഒരു ഭാവവും ഒക്കെ സങ്കല്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ? ഇപ്പം നമ്മളോട് തുടക്കത്തിലൊക്കെ നമ്മൾ ആധ്യാത്മിക സാധനയിലേക്കൊക്കെ വരുമ്പം ഒരു ബിന്ദുവിനെ മാത്രം ധ്യാനിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റൂല അല്ലേ? നമ്മുടെ എന്താ ചെയ്യും? മനസ്സ് പല ബാഹ്യ വിഷയങ്ങളിലേക്ക് അല്ലെ, ഭൂതകാലത്തിലേക്കോ ഭാവിയിലേക്കോ ഒക്കെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും മനസ്സ്. അപ്പം ധ്യാനം എന്ന ഉപാസനയ്ക്ക് എന്തായിരിക്കും? സാധാരണ ആചാര്യന്മാർ ആദ്യം പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടദേവതയെ ചിന്തിക്കൂ. സാമാന്യമായി അങ്ങനെയല്ലേ നമ്മളൊക്കെ തുടങ്ങിയത്, ധ്യാനം എന്ന ഉപാസന അല്ലെങ്കിൽ സാധന അല്ലേ? അപ്പം ഭഗവാൻ എന്ത് ചെയ്യും? വിശേഷണങ്ങൾ കൽപ്പിച്ചു കൊടുക്കും അല്ലേ? ഭഗവാന്റെ പാദം അല്ലേ, ഭഗവാന്റെ കിരീടം സങ്കല്പിക്കാം, അതൊക്കെ വിശേഷണമാണ്. ചതുർമുഖം, ശംഖ്, ചക്രം, ഗദ, പത്മം ഇത്യാദികളൊക്കെ സങ്കല്പിക്കാൻ പറഞ്ഞത് അതൊക്കെ ഭഗവാന്റെ വിശേഷണമാണ് അല്ലേ? ഭഗവാന് ശംഖും ചക്രം ഒക്കെ വേണോ? വേണ്ട. അതിനും അപ്പുറത്താണ് പരമാത്മാവെന്നുള്ള സത്യം. പക്ഷെ നമ്മൾക്ക് ഭാവന ചെയ്യുവാനായിട്ട്, മനസ്സിനെ ഏകാഗ്രമാക്കുവാനായിട്ട്, സത്വചിന്തയിലേക്ക് കൊണ്ടുവരാനായിട്ട് വിശേഷണം വേണം. അതുകൊണ്ട് വിശേഷണങ്ങൾ ആചാര്യന്മാർ കൽപ്പിച്ചു തന്നെ. അതുപോലെ തന്നെയാണ് ഇവിടെ ഇന്ദ്രപത്നി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ ചിന്തിക്കും? നമുക്കറിയില്ല. അപ്പോൾ എന്താണ്? ഈ വിരാട് എന്നുള്ള വിശേഷണം ഇവിടെ കൊടുത്തു അല്ലേ? അത്രയേ ഉള്ളൂ. വിശ്വൻ എന്നുള്ള വിശേഷം, ഇതൊന്നും നമ്മൾ എടുക്കണമെന്നില്ല. നമുക്ക് ഏത് വിശേഷണമാണോ ഉപാസനയ്ക്ക് പറ്റുന്നത് അല്ലേ? ഭഗവാന്റെ കൂടെ ഞാൻ ഇരിക്കുന്നു അല്ലേ, എൻ്റെ കഥകൾ പറയുന്നു, എൻ്റെ സുഖം പറയുന്നു, എൻ്റെ ചിന്തകൾ പറയുന്നു അല്ലേ, ഭഗവാന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, ഇതൊക്കെ വിശേഷണമാണ്. നമ്മുടെ ഭക്ഷണം വേണോ? ഭഗവാൻ വിശന്ന് കുത്തിരിക്കുന്ന ആളല്ല. പക്ഷെ നമ്മളെന്താണ്? ആ വിശേഷണം സങ്കല്പം കൊണ്ട് ആ വിശേഷണത്തെ നമ്മൾ ആരോപിച്ചു കൊടുക്കും. അപ്പോൾ എന്തിനു വേണ്ടി? നമ്മുടെ ചിത്തശുദ്ധിക്കും ഏകാഗ്രതയ്ക്കും വേണ്ടി. അതുപോലെ തന്നെയുള്ള ഇവിടെയും വിരാടെന്ന്. അതുകൊണ്ടാണ് നമ്മൾ വിശേഷണാർത്ഥേ എന്ന അധ്യാഹാരം ചെയ്തത് അല്ലേ? വിശേഷണം കൽപ്പിച്ചു കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് വരാം. അപ്പം അധ ഏതത് വാമേ അക്ഷിണി പുരുഷരൂപമേഷ അസ്യ പത്നി വിരാട്. എല്ലാ വാക്കും നമ്മൾ കണ്ടു. ഇനി അടുത്തതിലേക്ക് പോകാം. തയോഹോ ഏഷ ഏഷ സംസ്ഥാവഃ യഹ ഏഷഃ അന്തർഹൃദയഃ ആകാശഃ. ഇനി അടുത്തതായിട്ട് ഉപാസനയ്ക്ക് ഭാവന ചെയ്യുവാൻ യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജനോട് പറയണം. അപ്പോൾ ജനക മഹാരാജാവ് മുന്നിലിരിക്കുന്നു. അങ്ങയുടെ വലത് കണ്ണിൽ ഇന്ദ്രദേവത ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക, ഇടത് കണ്ണിൽ ഇന്ദ്രപത്നി ഉള്ളതായിട്ട്. ഇവർ രണ്ടുപേരും രണ്ട് സ്ഥാനത്തിരിക്കുകയാണ്. അപ്പം ഇവരെ അടുത്ത സങ്കല്പം പറഞ്ഞു കൊടുക്കുകയാണ്. തയോഹോ ഏഷ, തയോഹോ എന്ന് വെച്ചാൽ ദ്വേ, ഇവ രണ്ടും, തയോഹോ ഇവർ രണ്ടുപേരും. ഇവർ രണ്ടുപേരും തയോഹോ എന്ന് വെച്ചാൽ ഇന്ദ്രപത്നിയോഹോ, ഇന്ദ്രജ ഇന്ദ്രപത്നിയോഹോ, ഇന്ദ്രനും ഇന്ദ്രപത്നിയും, അതാണ് തയോഹോ. ഇവർ രണ്ടാളും അല്ലേ? എന്താണ് സംഭവിക്കാൻ പോകുന്നതിന്? ഇവർക്ക് സംസ്ഥാവഃ, ഇവർ രണ്ടുപേർക്കും എന്ത് സംഭവിക്കുന്നു? അടുത്ത ഭാവന പറഞ്ഞു കൊടുക്കുകയാണ്. യഹ ഏഷഃ അന്തർഹൃദയഃ ആകാശഃ. ഇവര് ഹൃദയാന്തർഭാഗത്ത്
ഇനി കണ്ണിൽ അങ്ങയുടെ കണ്ണിൽ ഇവർ രണ്ടുപേരും ഇരിക്കുന്നു. ഇനി ഇവരെ രണ്ടുപേരും ജോയിൻ ചെയ്യിപ്പിക്കണം. സംസ്ഥാപക. സംസ്ഥാനം എന്ന് വെച്ചാൽ സംഗമസ്ഥാന എന്നാണ്. ഇവർ രണ്ടുപേരും ഇനി കൂട്ടുമുട്ടുകയാണ്. നമ്മൾ സിനിമയിലും അല്ലെങ്കിൽ കഥകളിലൊക്കെ പറയില്ലേ, അനേക വർഷങ്ങൾക്ക് ശേഷം ഇവർ കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറയാം. അതുപോലെ ഇവർ എവിടെ ചെയ്യുന്നു? സംഗമിക്കുന്നു എന്ന് ഭാവന ചെയ്യണം. എവിടെ? അന്തർഹൃദയ ആകാശ, നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് അല്ലേ? അതാണ് അന്തർഹൃദയ ആകാശം. നമ്മൾ പല സ്ഥലത്തും അന്തർഹൃദയ ആകാശം പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ സാധനയ്ക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഭാഗം, അതായത് നമ്മുടെ പമ്പിങ് ഹാർട്ടിൻ്റെ ഉള്ളിലുള്ള ആ സ്പേസ് അവിടെ, അതിനെയാണ് അന്തർഹൃദയാകാശം. ആ ആകാശത്ത് ഇവരുടെ സംഗമസ്ഥാനം എന്ന് ഭാവന ചെയ്യുക വേണം. ആര്? വിശ്വനും വിരാടും സംഗമിക്കുകയാണ്. അതിനുശേഷം എന്താണ്? അധൈനയോഹോ ഏതത് അന്നം യഹ യേശോന്തർഹൃദയേ ലോഹിതപിണ്ഡഃ. ഇനി അവരവിടെ സംഗമിക്കുമ്പോൾ ഈ അധൈനയോഹോ, ഈ ഹൃദയാന്തർഭാഗം, നിങ്ങൾ വെറുതെ ഭാവന ചെയ്താൽ മതി. ഇതൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടിയല്ല പറയുന്നത്. നമ്മൾ സാധന തുടരുക. ഇവിടെ ഉപാസനയ്ക്കായിട്ട് ജനക മഹാരാജാവിനോട് പുതിയൊരു രീതി ഭാവന ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ രീതിയാണ് നമ്മൾ കാണുന്നത്. അധൈനയോഹോ, അതായത് ഈ അന്തർഹൃദയ ആകാശത്തിൽ, ഹൃദയഭാഗത്ത് എന്താണ്? ഏതത് അന്നം യഹ യേശോന്തർഹൃദയേ ലോഹിതപിണ്ഡഃ. അതായത് ഈ ഒരു പിണ്ഡരൂപത്തിൽ ഇരിക്കുന്ന രക്തം, അവിടെ ഇങ്ങനെ രക്തം തളം കെട്ടി കിടക്കുന്നു എന്ന് ചിന്തിക്കുക. അതാണ് ഇവരുടെ അന്നം എന്ന്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ദൈവം ഭൂമി സൃഷ്ടിച്ചു, ആദവിനെ അവ്വനെ സൃഷ്ടിച്ചു അല്ലേ, പിന്നെ ആപ്പിൾ സൃഷ്ടിച്ചു, അത് കഴിക്കരുതെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ. എന്നിട്ട് പിന്നെ അവർ സംഗമിക്കുന്നു ഇത്യാദി. അതുപോലെ ഒരു കഥ പോലെ ഇവിടെ പറയുന്നു. അവിടെ എന്താണ്? ഇവർക്ക് വിശക്കൂലേ? അപ്പം അതിന് എന്താണ്? അവരുടെ അന്നം ലോഹിതപിണ്ഡഃ. ലോഹിതം എന്ന് വെച്ചാൽ ചുവപ്പ് അല്ലേ, രക്തവർണ്ണത്തിനെയാണ് പറയുന്നത്. ആ ലോഹിതം പോലത്തെ നിറത്തിൽ രക്തമാകുന്നു ഇവരുടെ അന്നം എന്ന് പറയുന്നു. അങ്ങനെ ഭാവന ചെയ്യുക. അതായത് ഇവിടെ ഇവർ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ടേബിൾ ഇട്ട് അല്ലെ ആസനം ഇട്ട് ബ്രഹ്മാർപ്പണം ചൊല്ലി ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള അർത്ഥമല്ല ഇവിടെ എടുക്കേണ്ടത്. ഇവർ ആ രക്തധമനികളിലൂടെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് ഭാവന ചെയ്യണം എന്നത് കുറച്ചുകൂടെ ആലങ്കാരികമായിട്ട് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ആ അന്തർഹൃദയത്തിൽ വിശ്വനും വിരാടും ഇരിക്കുന്നതായി സങ്കല്പിക്കുക വേണം. അവര് ആ ഹൃദയത്തിൽ നിന്നും തുടങ്ങുന്നതാണ് നമ്മുടെ രക്തം പമ്പ് ചെയ്ത് പിന്നെ എല്ലാ ധമനികളിലൂടെയും വ്യാപിച്ചിരിക്കുന്നു. അപ്പം ഇവര് ഈ രക്തത്തിലൂടെ ഇവരും ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതായിട്ട് ഭാവന ചെയ്യുക വേണം. എങ്കിൽ അത് ഉപാസനയായി അല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം അധൈനയോഹോ ഏതത് പ്രാവരണം യഥേതത് അന്തർഹൃദയേ ജാലകമിവ. ഇവർ രണ്ടുപേരും അല്ലേ, അപ്പം ഇവർ വിശപ്പൊക്കെ മാറി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇവർ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്, അവർക്ക് പോകണ്ട നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. അപ്പം എന്ത് ചെയ്യുന്നു? അവരുടെ ഈ ഹൃദയാന്തർഭാഗത്ത് അധൈനയോഹോ, ഇവർ രണ്ടുപേരും വിശ്വനും വിരാടും ഈ അന്തർഹൃദയ ആകാശത്തിൽ ഒരു ജാലകം എന്ന് വെച്ചാൽ ഇന്നർ ലെയർ, അതിനെയാണ് വല പോലെ എന്ന് ഇവിടെ മൃഡാനന്ദ സ്വാമിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇന്നർ ലെയർ, ഓരോ ലെയറായിട്ട് നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്, വിശ്വനും വിരാടും വ്യാപിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവർ അന്തർഹൃദയത്തിലാണ് ഇരിക്കുന്നതെന്ന് നമ്മളോട് സങ്കല്പിക്കാൻ പറയാൻ, നമ്മൾ ഹൃദയത്തിൽ മാത്രമേ അവരുള്ളൂ, ബാക്കിയുള്ള അവയവങ്ങളിലോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിലോ ഇല്ല എന്ന് ചിന്തിക്കരുത്. അതിനുവേണ്ടി പറയുകയാണ് അവർ ആ ഇന്നർ ലെയറുകളിലെല്ലാം ഈ ദേവതകൾ വ്യാപിച്ചിരിക്കുന്നതായി സങ്കല്പിക്കുക വേണം. നമ്മളെ സംബന്ധിച്ച് പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നതായി സങ്കല്പിക്കുക വേണം. എന്നിട്ട് ഈ
ഇന്നർ ലെയർ അവരെന്താണ് ഒരു ആവരണം പോലെ, പ്രാവരണം യഥേതത് അന്തർഹൃദയ ജാലകമാണ്. ഒരു പ്രാവരണം എന്ന് വെച്ചാൽ അതിനൊരു ഒരു പുതപ്പ് പോലെയെന്ന് അവര് അവിടെ വസിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമായി, കിടക്കാനുള്ള കട്ടിലായി, മെത്തയായി, പുതപ്പായി, അന്നമായി, എല്ലാം ആയി. അപ്പം ഇതിൻ്റെ അർത്ഥം സാധാരണ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ പോലെ തന്നെ ഇവിടെ പറയുകയാണ്. നമ്മളിതിനെ വേർഡ് മീനിങ്, ലിറ്ററൽ മീനിങ്ങിലേക്കേ പോകരുത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് അവർ നമ്മുടെ ശരീരം മുഴുവൻ ആവരണമായി വ്യാപിച്ചിരിക്കുന്നു അന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇവർ നമ്മളിൽ നിന്നും അന്യമല്ല, അല്ലേ? നമ്മൾ ആവരണം എന്തിനാണ് നമുക്ക് നമ്മൾ എന്തിനാണ് ആവരണം, പ്രാവരണം എന്ന് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? അതായത് ആവരണം പ്രാവരണവും സിനോണിമസ് ആണ്. എന്തിനു വേണ്ടിയാണ് ഇവിടെ യൂസ് ചെയ്തത് ചിന്തിക്കേണ്ടത്. പുതപ്പെന്നുള്ള അർത്ഥം എടുക്കരുത്, അല്ലേ? നമ്മൾ എന്തിനാണ് ആവരണം ഉപയോഗിക്കുന്നത്? നമ്മൾ കുപ്പായ എന്ന ആവരണം ഇടുക, അല്ലെ? നമ്മളെല്ലാവരും വസ്ത്രം ഇട്ടിരിക്കുന്നു, അത് ആവരണമാണ് ശരീരത്തിന്, അല്ലെ? ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മാനാപമാനങ്ങളിൽ നിന്നും ശരീരബോധത്തിൽ നിന്നും നമ്മളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ആവരണം എന്ന വാക്കിന് ഇവിടെ സംരക്ഷണം എന്നാണ് അർത്ഥം. അപ്പം ഈ ദേവതകൾ നമ്മളെ സദാ അവർ ആവരണം ചെയ്ത് ചുറ്റപ്പെട്ടിരിക്കുകയാണ്, നമ്മളിൽ നിന്ന് അന്യമല്ല എന്നുള്ള അർത്ഥമാണ്. ന അന്യഹ സംരക്ഷണാത് ന അന്യഹ, ഇവർ സംരക്ഷിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് അന്യമല്ലാണ്ട് ഇരിക്കുന്നതായി, നമ്മളോടൊപ്പം എപ്പോഴും ഉള്ളതായി ഭാവന ചെയ്യും, അല്ലെ? എപ്പോഴും നമ്മൾ വസ്ത്രം ഇടൂല്ലേ, അല്ലേ? ആവരണം, അല്ലേ? ഇത് തന്നെ സ്കിന്ന് തന്നെ നോക്കും, നമ്മുടെ എല്ലാ അവയവങ്ങളെയും ആവരണം ചെയ്ത് പ്രൊട്ടക്ഷനാണ് സ്കിൻ എന്ന് പറയുന്നത്. ചൂട്, തണുപ്പ്, പൊടി എല്ലാത്തിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത്, അല്ലേ? എത്ര ലെയറാണ്, അല്ലേ? ഫസ്റ്റ് ലെയർ ഒരു സ്കിന്ന്, അത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പൊള്ളലേൽക്കുക, അല്ലെ എന്തെങ്കിലും ഒന്ന് വന്ന് നോക്ക്, ആ സ്കിന്ന് പോയി അതിൻ്റെ അകത്ത് വേറെ സ്കിന്ന് കാണും, അതിൻ്റെ അകത്ത് എത്ര ഇന്നർ ലെയറായിട്ടാണ്, അല്ലേ? അതിൻ്റെ അടിയിൽ പിന്നെ ഫാറ്റ്, പിന്നെ മാംസം, പിന്നെ അതിൻ്റെ അടിയിൽ പിന്നെ മജ്ജ, അസ്ഥി, അങ്ങനെ ഉള്ളിലേക്ക് പോവുകയും നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെ അല്ലെ ഓരോ അവയവങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഭഗവാന്റെ സൃഷ്ടി നോക്കൂ. അപ്പം അതുപോലെ ഇവിടെ ഭാവന ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അവർ നമ്മളെ സദാ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കുന്ന ആര്? ഈ ദേവത. ഏത് ദേവതയാണോ നമ്മൾ ഉപാസിക്കുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഭഗവാൻ വേറെ രാമനോ കൃഷ്ണനോ അവരെയും ചിന്തിക്കുക ഇവിടെ, അല്ലേ? ഭഗവാൻ രാമൻ വലത് കണ്ണിലിരിക്കുന്നു, സീതാമാതാവ് ഇടത് കണ്ണിലിരിക്കുന്നു, അവർ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. ഇവർ രണ്ടാളും നമ്മളെ ആവരണം ചെയ്ത് പുതപ്പ് പോലെ നമ്മളെ സംരക്ഷിക്കുന്നു എന്ന് ഭാവന ചെയ്താൽ അത് ഉപാസനയായി, അല്ലേ? ഇവിടെ ഇന്ദ്രനും ഇന്ദ്രാണിയും പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏത് ഉപാസ്യ ദേവതയെ ഇവിടെ എടുക്കാം, അല്ലേ? ഭഗവാൻ കൃഷ്ണനായിക്കോട്ടെ, അല്ലേ രാധാമാധവ് ആയിക്കോട്ടെ, ആരാണോ നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഇഷ്ടദേവതകൾ അതിവിടെ നമുക്ക് കൽപ്പിച്ചു കൊടുക്കാം. കാരണം ഉപാസന ആയതുകൊണ്ട്, ഭാവന പ്രധാനമായതുകൊണ്ട് ഏത് കൽപ്പിച്ചാലും തെറ്റില്ല. നമ്മളുടെ ഫൗണ്ടേഷൻ നിഷ്കാമം ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ചിന്ത മാത്രം ഉണ്ടായാൽ മതി. അങ്ങനെ പറഞ്ഞ് അതിനുശേഷം എന്ത് പറയുന്നു? അധൈനയോഹോ ഏഷാ ശ്രുതി സംചരണി ഐഷാ ഹൃദയാതു ഊർധം നാഢ്യ ഉച്ചരതി. അതിനുശേഷം എന്താ? ഈ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന നാഡി. ഇപ്പൊ ഹൃദയത്തിൽ ഇവര് വസിക്കുന്നു, ദേവത, നമ്മുടെ ഉപാസ്യ ദേവത ഹൃദയത്തിൽ വസിക്കുന്നു. അവര് ഹൃദയത്തിൽ മാത്രമല്ല നമുക്ക് സംരക്ഷണമായി ആവരണമായി നമ്മളെ ചുറ്റി എപ്പോഴും ഉണ്ടാകും. അതിനുശേഷം പറയുന്നു ഇവര് അവിടെ മാത്രമല്ല ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന നാഡികൾ, അതാണ് അധൈനയോഹോ എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും. ആര്? ഈ ഉപാസ്യ ദേവതകൾ രണ്ടാളും അവരെന്ത് ചെയ്യുന്നു? ഹൃദയാത് ഊർധ്വനാഠി ഉച്ചരതി എന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്ന് ഊർധ്വം പുറപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണിത്. ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ, അല്ലേ? ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ
നാഡികളെല്ലാം അല്ലെ, ശതം ചൈകാച്ച ഹൃദയസ്യ നാട്യ അല്ലേ, അവിടെ എല്ലാം കണ്ട ശതം ചെയ്യുക, അവിടെ തുടങ്ങുന്ന ഈ 72,000 നാഡികളും ഹൃദയസ്യ നാട്യ, ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നതെന്ന് അല്ലെ. ഹിതാനാമനാട്യ ഇനി വരുന്നുണ്ട്. അപ്പൊ ആ നാഡികളുടെയൊക്കെ സഞ്ചാരപഥയിലും അതാണ് സംചരണീയേഷ ഹൃദയാദു ഊർധ്വ നാട്യ ഉച്ചരതി. ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന എല്ലാ നാഡികളിലും എങ്ങോട്ടൊക്കെ പോകുന്നു നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക അല്ലെ. ഈ ദേവത എൻ്റെ ഹൃദയത്തിലിരിക്കുന്നു, നമ്മളെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് ആവരണമായി നമ്മളോടൊപ്പം തന്നെ ഇരിക്കുന്നു. എന്നിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്ന എല്ലാ നാഡികളിലും എങ്ങടൊക്കെ പോകുന്നു, തലച്ചോറിലേക്ക് പോകുന്നു, കൈകളിലേക്ക്, കാലുകളിലേക്ക്, മറ്റ് ആന്തര അവയവങ്ങളിലേക്ക് എല്ലാം പോകുന്ന നാഡികളിൽ അവരുടെ റൂട്ട് എങ്ങനെയൊക്കെയാണോ ആ റൂട്ട് മുഴുവൻ ഈ ദേവതകൾ വ്യാപിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? എന്നെ സംരക്ഷിക്കാനായിക്കൊണ്ട് എന്ന് ഉപാസിക്ക വേണം, ചിന്തിക്ക വേണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. യഥാ കേശഃ സഹസ്രധാ ഭിന്ന ഏവം. സഹസ്രധാ ഭിന്ന, ആയിരക്കണക്കിനായിട്ട് ഭിന്നമായി ഡിവൈഡ് ചെയ്തിരിക്കുന്ന, വിഭജിച്ചിരിക്കുന്ന തലനാര്, അതാണ് യഥാ കേശഃ. ഈ തലനാര് മുഴുവൻ എന്താണ്? ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഹിതാനാമനാട്യ, അവിടെ നിന്ന് ഇങ്ങനെ അവര് സഞ്ചരിച്ച് നമ്മുടെ തലനാര് വരെ ഈ ദേവതകൾ വ്യാപിച്ചിരിക്കുന്നതായിട്ട് സ്മരിക്ക വേണം. അസ്യ ഏതാ ഹിതാനാമനാട്യ. ഈ ഹിത എന്ന പേരോടുകൂടിയ നാഡി അല്ലെ. ഹിത എന്ന പേരെന്താണ്? ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നതാണ് പ്രഥമ നാഡി. പിന്നെ അവിടുന്ന് സബ് ബ്രാഞ്ച്, ആദ്യം ഫസ്റ്റ് മരത്തിന്റെ കാതൽ അല്ലെ, തടി, അത് കഴിഞ്ഞ് പിന്നെ ബ്രാഞ്ച്, പിന്നെ സബ് ബ്രാഞ്ചസ് ഇല്ലേ, അങ്ങനെ പോലെ. അപ്പൊ ആ മെയിൻ തടിയെയാണ്, ഫസ്റ്റ് നാഡിയെയാണ് ഹിത എന്ന് വിളിക്കുന്നത്. അവിടെ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ വ്യാപിച്ച് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന, അവിടെ മുഴുവൻ ആര് സഞ്ചരിക്കുന്നു? ഈ ദേവതകൾ. അതിന് ഉപമയായിട്ട് തലനാര് പറയുന്നു. അപ്പോൾ ആയിരക്കണക്കിന് തലനാര് അല്ലെ, നമുക്ക് അറിഞ്ഞൂടെ എത്രയാണെന്നുള്ള. ആ ഓരോ തലനാരിലും ആരുണ്ട്? ഈ ദേവതകളുണ്ട്. തലനാര് പോയിക്കോട്ടെ, പുതിയത് വന്നോട്ടെ, ആരാണ്? ദേവതയാണ് അവിടെയൊക്കെ വ്യാപിച്ചിട്ട്. നമ്മളെ സംബന്ധിച്ച് ഉപാസിക്കുകയാണ്, പരമാത്മാവാണ് അല്ലേ, വൈശ്വാനരനാണ്, ബ്രഹ്മനാണ്, അല്ലെങ്കിൽ രാമനാണ്, കൃഷ്ണനാണ്, ഭഗവാനാണ് ഓരോ തലനാരിലും വ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ തലനാര് വളരുന്നതല്ല ഈ നാടുകളിലൂടെ ഭഗവാൻ അവിടെ എത്തുന്നത് കൊണ്ടാണ് എന്നുള്ള ഭാവനയാണെങ്കിൽ ഉപാസനയായി അവിടെ. അതിനുശേഷം എന്താണ്? ഏതാഭിഹി വാ ഏതത് അസ്രവാ അസ്രവതി. ഈ നാഡികളിലൂടെയാണ് നാം കഴിക്കുന്ന അന്നപാനീയങ്ങളുടെ, ഇവിടെ നിങ്ങളുടെ പുസ്തകത്തില് ആസ്രവ എന്നാണ്, അത് മാറ്റി അസ്രവ എന്നാക്കുക. ദീർഘമില്ല, ഹ്രസ്വകാരമാണ്. അസ്രവാ, ആസ്രവതി അല്ല, അസ്രവതി. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ അതിന് പറയുന്നു. ഇപ്പം ഈ ശരീരം എല്ലാം പ്രവർത്തിക്കണ്ടേ, ഈ നാഡികളൊക്കെ പ്രവർത്തിക്കണം. എന്ത് വേണം? അന്നപാനീയങ്ങൾ വേണം. അപ്പം ഈ അന്നപാനീയങ്ങളെല്ലാം ഈ മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിൽ വ്യാഖ്യാനത്തിൽ, പുതിയ പുസ്തകം പേജ് 332 332 വ്യാഖ്യാനത്തിൽ ഇവയിൽ കൂടിയാണ് അന്നരസം ഒഴുകുന്നത്. അന്നപാനീയ രസം, അന്നത്തിൻ്റെ രസവും പാനീയത. അവിടെ പാനീയം എന്നില്ല, പക്ഷെ ഭാഷ്യത്തിലുണ്ട്, നമ്മളത് കൂട്ടിച്ചേർക്കുക. അന്നപാനീയ രസം ഒഴുകുന്നത്. നമ്മൾ എപ്പോഴും അന്നം മാത്രമല്ലല്ലോ, പാനീയമുണ്ടല്ലോ, അപ്പം അത് വിട്ടുപോയതാവാം. ഏതാഭിഹി വാ ഏതത് അസ്രവാ അസ്രവതി അല്ല, ഈ നാഡികളിലൂടെ. അപ്പോൾ ഹിതാനാമനാട്ടിലൂടെ ഭഗവാൻ ഇങ്ങനെ വ്യാപിച്ച് തലനാര് വഴി ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ആവരണം പോലെ നമ്മുടെ ചുറ്റും
ഭഗവാനുണ്ടെന്ന് ഭാവന വേണം. അതുള്ളത് കൊണ്ടാണ് അല്ലേ ഈ നാഡികളിലൂടെ നമ്മൾ കഴിക്കുന്ന അന്നപാനീയങ്ങളെ എല്ലാം സൂക്ഷ്മമായി ഒഴുകുന്നത് എന്ന് പറയും. ഇനി അന്നത്തിനെ മൂന്നായിട്ട് ഭാഷ്യകാര ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്, നിങ്ങൾ എഴുതിക്കോളൂ. ആദ്യം അന്നം എന്ന് എഴുതുക, അന്നം, എന്നിട്ട് 3 വര ഇടുക. അന്നം എന്ന് എഴുതിയിട്ട് 3 വര. ഫസ്റ്റ് സ്ഥൂലം, സെക്കൻഡ് സൂക്ഷ്മം, തേർഡ് സൂക്ഷ്മതരം. ഭാഷ്യത്തിൽ ഇങ്ങനെയാണ്: സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതരം. അന്നം എന്ന് എഴുതുക, 3 വര ഇടുക. ഒന്നാമത്തെ വരയിൽ സ്ഥൂലം, രണ്ടാമത്തത് സൂക്ഷ്മം, മൂന്നാമത്തത് സൂക്ഷ്മതരം. അതായത് വെരി സട്ടിൽ. സ്ഥൂലം എന്ന് വെച്ചാൽ ഗ്രോസ് അല്ലേ, സൂക്ഷ്മം എന്ന് വെച്ചാൽ സട്ടിൽ, പിന്നെ അതിൻ്റെയും സട്ടിൽ അല്ലേ. നമ്മൾ പാർട്ടിക്കിൾ ഇങ്ങനെ ഇതിനെ മുറിച്ച് 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 നമുക്ക് കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പിലൂടെയൊക്കെ കാണുന്നില്ല, അത് സൂക്ഷ്മതരം എന്ന് പറയുന്നത്. അങ്ങനെയായിട്ട് വിഭാജനം ചെയ്യുക. നമ്മൾ സാധാരണ സ്ഥൂല സൂക്ഷ്മം കാരണം എന്നാണ് പറയുക, പക്ഷേ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ സൂക്ഷ്മതരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് ആ വാക്ക് തന്നെ ഉപയോഗിക്കാം. എന്നുവെച്ചാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്, അനുഭവിക്കാൻ പറ്റാത്തത്, അതാണ് സൂക്ഷ്മതരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം ഈ നാഡികളിലൂടെ ശരീരം മുഴുവൻ വ്യാപിക്കുമെന്ന് പറഞ്ഞില്ലേ, എങ്ങനെയാണ് വ്യാപിക്കുന്നത്, അതാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ സ്ഥൂലം എന്താണ്? നമ്മളിപ്പം ഞാൻ ഒരു ഇഡലി കഴിച്ചു, നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. അപ്പം അതെന്താണ് സ്ഥൂലം? നമ്മൾ കഴിക്കുന്നു, നല്ല ഇഡലി, സാമ്പാർ, ചട്നി, ചട്നിപ്പൊടി എല്ലാം ഇങ്ങനെ കഴിക്കാം. അപ്പോൾ എന്താണ് അത് സ്ഥൂലം. അപ്പം അതിൻ്റെ സ്ഥൂലഭാവം എന്താണ്? മലമൂത്രാദികളായിട്ട് ശരീരത്തിലേക്ക് നമ്മൾ സ്ഥൂലത്തിനെ കഴിക്കുന്നു, ശരീരം അതിനെ വിഘടനം ചെയ്ത് അല്ലേ, ആമാശയം അതിനെ വിഘടിപ്പിച്ച് വേണ്ടാത്ത സ്ഥൂലമായതിനെ എന്താക്കുന്നു? നമുക്ക് മലമൂത്രാദികളായിട്ട് ചെറുകുടൽ, വൻകുടലിലൂടെ പിന്നെ അത് പുറത്തേക്ക് പോകുന്നു. അതാണ് സ്ഥൂലം. കഴിക്കുന്നത് സ്ഥൂലം, പുറത്തേക്ക് പോകുന്നത് സ്ഥൂലം. അപ്പം അന്നത്തിൻ്റെ ഒരു ഫോമാണ്, ഒരു രൂപമാണ് സ്ഥൂലം എന്ന രൂപം. അപ്പോൾ സ്ഥൂലം എന്നുള്ള എഴുതിയെടുത്ത് എന്താണ്? മലമൂത്രാദികൾ. ഇപ്പം നമ്മൾ പാനീയമാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ, നമ്മൾ കുടിക്കുന്ന സ്ഥൂല രൂപത്തിന് പിന്നെ അത് സ്ഥൂലമായി തന്നെ മൂത്രമായി പുറത്തേക്ക് പോകുന്നത്. അടുത്തത് പിന്നെ എന്താണ്? രണ്ടാമത് നമ്മൾ എഴുതിയത് സൂക്ഷ്മം. അവിടെ എന്താണ്? സൂക്ഷ്മം അന്നത്തിൻ്റെ സൂക്ഷ്മ രൂപമാണ്. നമ്മുടെ ശരീരത്തിൽ ആഹാര ആമാശയത്തിലെത്തി അല്ലേ, പിന്നെ അതിനെ വിഘടിപ്പിച്ച് കഴിഞ്ഞ് വേണ്ടാത്തതിനെ പുറന്തള്ളി പിന്നെ വേണ്ടതൊക്കെ ഉണ്ടല്ലോ, അതായത് കാർബോഹൈഡ്രേറ്റ്, ന്യൂട്രീഷ്യൻസ്, പ്രോട്ടീന്, മിനറൽസ്, ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് വേണ്ട, ശരീരത്തിൽ വേണ്ട സാധനങ്ങൾ അല്ലേ, സൂക്ഷ്മം. അതെന്തായിട്ട് മാറും? നമ്മുടെ ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും വേണ്ടതെല്ലാം കൊടുക്കും അല്ലേ. അതാണ് മജ്ജ, അസ്ഥി, മാംസം. എത്രയായിട്ട് സൂക്ഷ്മ ആഹാരത്തിൻ്റെ സൂക്ഷ്മരൂപം മജ്ജയിലേക്ക് അല്ലേ, മാംസത്തിലേക്ക്. നമ്മളിപ്പോൾ ഒരുപാട് കാർബോഹൈഡ്രേറ്റാണ് കഴിക്കുന്നതെന്ന് വെച്ചു, അപ്പം എന്താണ്? മാംസം അല്ലേ, നിറയെ മാംസപിണ്ഡം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞ് ഇങ്ങനെ വേണ്ടതല്ല അല്ലേ, ഫാറ്റായിട്ട് മാറും അത് അല്ലേ, എല്ലുകൾക്ക് വേണ്ട. അപ്പം നമ്മൾ പാലെന്നുള്ള പാനീയം കുടിക്കുന്നു അല്ലേ, കാൽസ്യം അതിൽ സൂക്ഷ്മമാണ്, നമ്മൾ കാണുമോ? ലാക്ടോസ് അല്ലേ, കാണൂല. അപ്പം എന്താണ്? നമുക്ക് എല്ലുകൾക്ക് വേണ്ട ആ കാൽസ്യത്തിനെ സൂക്ഷ്മമായിട്ട് അവിടെ എത്തിക്കും ആ പാനീയം. വേണ്ടാത്ത ഒക്കെ മൂത്രരൂപത്തിൽ നമ്മൾ ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു, അതെല്ലാം പോകും അല്ലേ. അപ്പം അതാണ് സൂക്ഷ്മരൂപം. മജ്ജ, അസ്ഥി, മാംസാദികളായിട്ട് മാറുന്നു ശരീരത്തിന് വേണ്ട പോഷണത്തിന്, എനർജിയെ അല്ലെ, ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യില്ലേ നമ്മൾ കഴിക്കുന്ന. നമ്മൾ ചോറ് കഴിക്കുന്നു, ഇഡലി കഴിക്കുന്നു, സാമ്പാർ കഴിക്കുന്നു, ഇതെല്ലാം ആദ്യം ഗ്ലൂക്കോസായിട്ട് മാറുകയാണ് അല്ലേ. എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ പറയണ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അല്ലേ. നമ്മൾ സാമാന്യ അറിവ് വെച്ച് ഇങ്ങനെയല്ലേ. പിന്നെ അടുത്തത് എന്താണ്? സൂക്ഷ്മതരം.
അതിൻ്റെയും സട്ടിൽ. അപ്പം ശരീരത്തിന് വേണ്ട ഈ ന്യൂട്രീഷ്യൻസ് ആയിട്ട് മാറുന്നത് ഫസ്റ്റ് സട്ടിൽ ഫോം, പിന്നെ സെക്കൻഡ് സട്ടിൽ ഫോം, അതിൻ്റെയും സൂക്ഷ്മതരം. അതെന്താണ്? നമ്മുടെ മനസ്സായിട്ട് പ്രവർത്തിക്കുന്നത്. ചിന്ത, മനസ്സ് ഓർ ചിന്ത എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. മനസ്സ് ഓർ ചിന്ത അല്ലേ? അതുകൊണ്ട് നമ്മൾ നല്ല സ്വാത്വികമായ ആഹാരം, യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ട എന്നൊക്കെ ഭഗവാൻ അർജുനോട് പറഞ്ഞ അതാണ് അല്ലെ. സ്വാത്വികമായ ആഹാരം കഴിക്കണം, രാജസികമായ താമസികമായ കഴിക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താ? നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരത്തിൻ്റെയും സൂക്ഷ്മതരമായ ഭാവം അനുസരിച്ചാണ് നമ്മുടെ മനസ്സിൽ ശുഭചിന്ത അശുഭചിന്ത മനസ്സ് പ്രവർത്തിക്കുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്നതുമാണ് അല്ലേ. യാതയാമം ഗതരസം എന്നൊക്കെ പറഞ്ഞു ഗുണത്രയ വിഭാഗ യോഗത്തിലൊക്കെ ഭഗവാൻ അത് പറയുന്നുണ്ട്. നമ്മൾ അഴുകിയ ഭക്ഷണം കഴിക്കരുത് അല്ലേ, പിന്നെ രാജസികമായത് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ കാരണം എന്താ? അതനുസരിച്ചായിരിക്കും മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഞാനിപ്പം രാജസികമായ ആഹാരം അതിനിപ്പോൾ എന്താ അല്ലേ, അതൊക്കെ സ്ഥൂലമായിട്ട് പുറത്തേക്ക് പോവല്ലേ, പിന്നെ എന്താണെന്നുള്ള. പക്ഷെ സൂക്ഷ്മതരമുണ്ട്. ആ സൂക്ഷ്മതരം അനുസരിക്കും എൻ്റെ മനസ്സ് പ്രവർത്തിക്കുക. ഞാൻ ചിന്തിക്കുന്നതനുസരിച്ച് പിന്നെ നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ശുഭചിന്തയാണെങ്കിലേ ശുഭകർമ്മം ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ടാണ് യുക്താഹാരനായിരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. നമുക്ക് മടങ്ങി വരാം മന്ത്രത്തിലേക്ക്. അപ്പോൾ അന്നത്തിനെ 3ആയിട്ടാണ് ശാസ്ത്രം തരംതിരിച്ചിരിക്കുന്നത്. അവിടെ ഏതാഭിഹി വ ഏതത് അസ്രവാ അസ്രവതി. ഈ നാഡികളിലൂടെയാണ് നാം കഴിക്കുന്ന അന്നപാനീയങ്ങളുടെ സൂക്ഷ്മാംശമായ അന്നരസം വ്യാപിക്കും. നാഡികളിൽ ദേവതകൾ വ്യാപിച്ചിരിക്കുന്നു. ദേവതകൾ എന്താ ചെയ്യുന്നത്? വെറുതെ ഇരിക്കുമല്ല. നമ്മൾ ഏത് ദേവതയാണ് ഉപാസിക്കുന്നത് ആ ദേവത എൻ്റെ ആമാശയത്തിലിരുന്ന് പ്രവർത്തിച്ചുകൊണ്ട് വേണ്ടാത്തതിനെയൊക്കെ പുറന്തള്ളുന്നു അല്ലേ. പിന്നെ മജ്ജ അസ്ഥി മാംസങ്ങളിലേക്കൊക്കെ എന്തൊക്കെ ന്യൂട്രീഷ്യൻസ് ആണോ വേണ്ടത് അതിനെയൊക്കെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് എല്ലാം ഇങ്ങനെ ശരീരം മുഴുവൻ നൽകുന്നു. പിന്നെ ശരീരം മാത്രം പ്രവർത്തിച്ച കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ ദേവതകൾ തന്നെ എൻ്റെ മനസ്സിലും ഞാൻ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് എൻ്റെ മനസ്സിനെയും പ്രവർത്തിപ്പിക്കുവാൻ സഹായിക്കുന്നു എൻ്റെ ഉപാസ്യ ദേവത എന്ന് ചിന്തിക്കുക വേണം ജനക, സാമ്രാട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം തസ്മാദേഷ പ്രവിവിക്താഹാരതര ഇവ ഏവ ഭവതി അസ്മാ ശരീരാത് ആത്മനഃ. തസ്മാത് എന്ന് വെച്ചാൽ therefore അതുകൊണ്ട്, പ്രവിവിക്താഹാരതര എന്ന് വെച്ചാൽ ജീവാത്മനഃ പ്രവിവിക്ത. ജീവാത്മന എന്നുള്ള വാക്ക് അവിടെ അധ്യാഹാരം ചെയ്യണേ. തസ്മാദേശ ജീവാത്മനഃ, അതായത് ഈ അന്നപാനീയങ്ങൾ കഴിക്കുന്ന സർവ്വ ജീവാത്മാക്കളും അവരുടെ ഈ അന്നപാനീയങ്ങളുടെ സ്ഥൂല സൂക്ഷ്മതരമായി വിഭജിച്ചുകൊണ്ട് വിഘടനം ചെയ്തുകൊണ്ട് ശരീരം മുഴുവൻ സംരക്ഷണമായി ഈ ദേവതകൾ വ്യാപിച്ചിരിക്കുന്നു അല്ലയോ ജനക, സാമ്രാട്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി 3ാമത്തെ മന്ത്രം കഴിഞ്ഞു. നമുക്ക് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇന്ദ്രനെയും ഇന്ദ്രപത്നിയെയും ഇവിടെ ഉപാസ്യ ദേവതകളായി യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിനോട് പറഞ്ഞു. അത് വിട്ടുതരും. നമ്മുടെ നമ്മളിപ്പം നാമം ചൊല്ലുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്, ആ സമയത്തൊക്കെ നമുക്ക് ഉപാസന ചെയ്യാം. നിങ്ങൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കും, ഒരു 9-9:30 ആകുമ്പം കഴിക്കും അല്ലേ. അപ്പോൾ എന്താ ചിന്തിക്കേണ്ടത് അല്ലേ? ഞാൻ കഴിക്കുന്ന ആഹാരം അല്ലേ, ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട് മായാസ്വരൂപനായി ഇരുന്ന് എന്നെ സഹായിക്കുന്നു
അല്ലേ? മായാദേവിയും കൂടെ ഉണ്ട്. കാരണം സൃഷ്ടി നടത്തിയത് ഒറ്റയ്ക്കല്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ രണ്ടുപേരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാനും മായാദേവിയും എന്നോടൊപ്പം ഉണ്ട്. അവര് ഞാൻ കഴിക്കുന്ന ആഹാരത്തെ വിഘടനം ചെയ്യുന്നു, ആമാശയത്തിലെത്തി ആ പ്രോസസ്സ് ചെയ്യുന്നു. വേണ്ടാത്തതിനെയൊക്കെ അവര് തന്നെ പുറത്തേക്ക് കളയുന്നു. അവര് തന്നെ അതിനെ സൂക്ഷ്മ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, സൂക്ഷ്മതര രൂപത്തിലേക്കും കൺവേർട്ട് ചെയ്യുന്നു. ഞാനൊന്നുമല്ല, അല്ലേ? ഞാൻ കഴിക്കുക എന്നുള്ള ധർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഭാവന ഉണ്ടെങ്കിൽ ഉപാസനയായി. അതാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ജനക മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ ഉപാസിച്ചാൽ എന്താണ് ഫലം എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിഷ്കാമ ഉപാസനയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ ഒരു ഉദാഹരണമായിട്ട് അന്നപാനീയങ്ങളെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഏതും എടുക്കാം, അല്ലേ? അന്നപാനീയം മാത്രം എടുക്കണമെന്നില്ല, എന്തും എടുക്കാം. നിങ്ങൾ നടക്കാൻ സാധിക്കുന്നത്, ഉറങ്ങാൻ നമ്മൾ പലയിടങ്ങളിലും കാണുന്നത്, അല്ലേ? അതെല്ലാം സഹായിക്കുന്നത് ആ ദേവത ഉള്ളത് കൊണ്ടാണെന്ന് ചിന്തിച്ചാൽ അത് ഉപാസനയായി. നിഷ്കാമമായി ഉപാസിച്ചാൽ എന്ത് ഫലം എന്നാണ് 4ാമത്തെ മന്ത്രം. അത് നമുക്ക് നാളെ പഠിക്കാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോ വപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.